ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ വിചാരിച്ചു ഈ പതിവ് ഫോർമാറ്റ് ആണല്ലോ, ആദ്യം ഞാൻ വരുന്നു, അത് കഴിഞ്ഞ് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് ഇവർ വരുന്നു, 1 മണിക്കൂർ മുമ്പേ അവർ വരുന്നു. എന്തിനാ അങ്ങനെ അല്ലേ? നമ്മൾ ഒരുമിച്ചിട്ടുള്ള ഒരു ഇൻട്രോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. അപ്പോൾ സ്റ്റാർ മാജിക്കില് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് നമ്മുടെ സ്വന്തം ശ്വേത ചേച്ചി. ശ്വേത ചേച്ചി വെൽക്കം. ഓഡിയൻസും ബാക്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ട്. വലിയൊരു സൗണ്ട് ആയിട്ട് നമുക്ക് കൈയടി കൊടുക്കും. അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? കൈയടിച്ചിട്ട് എല്ലാവരും എത്തിയില്ലേ? കൈയടി മതി. എന്താ ഒരല്പം താമസിച്ചു പോയി, കുഴപ്പമില്ലല്ലോ. എവിടെയാ താമസിച്ചേ? ഏത് ഹോട്ടലിലായിരുന്നു? അല്ല, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ താമസിച്ച വിവരം ഞാൻ പിന്നെ പറയാം. ഒരല്പം താമസിച്ചു. ഇനി എവിടെ ഇരിക്കൂ? തുടങ്ങട്ടെ എപ്പിസോഡ്. കിട്ടി എവിടെന്നോ മര്യാദക്ക് കിട്ടി. അടി കിട്ടിയല്ലെന്ന് ചീത്ത കിട്ടി. അതല്ല, അവസാനം എന്റെ നായികയെ എനിക്ക് തന്നെ കണ്ടെത്തേണ്ടി വന്നു. അതാണ് ഒരല്പം വൈകിയത്. കാരണം എന്റെ നായിക ഞാൻ കണ്ടെത്താൻ കാരണം ഇവിടെയുള്ള നായിക എനിക്ക് എന്റെ കാഴ്ചപ്പാടിനുള്ള നായികയല്ല. ഈ രേവതിയും കണക്കാ, ഇത് കണക്ക് സിൽക്ക് സിമിനെ കണക്കാ, അതാണ്ട് ഈ ആലീസ് എന്ന പോലീസും കണക്കാ. പിന്നെ ഇവിടെ വന്നിരിക്കുന്നു, ആഹാരം കഴിച്ച് മേക്കപ്പ് ഇട്ട് വന്നിരിക്കുന്ന അല്ലാതെ ഇവർക്ക് എന്ത് കഴിവാണുള്ളത്? ഈ ജീവിതത്തിലെ നായികയെ പറ്റിട്ടാണോ അതോ സിനിമയിലെ? സിനിമയിലെ നായിക, എന്റെ മാത്രം കാലങ്ങൾക്ക് ശേഷം ഞാൻ കാത്തിരുന്ന നായിക. നിങ്ങൾ നേരത്തെ ഇവിടെ വന്നതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം ഇവിടെ വന്ന് 56 ഇറ്റലിയിൽ നിന്നുകൊണ്ട് മേക്കപ്പ് ചെയ്ത് ഇവിടെ വന്നിരുന്നിട്ട് കാര്യം എന്താ? അത് കാര്യമില്ലല്ലോ. ഏതോ കൊച്ചിന്റെ അടുത്ത് പൈസ മേടിച്ചിട്ട് ഇവിടെ വന്ന് ഊള വർത്താനം പറഞ്ഞത്. അല്ല, അത് ആരാണ് പറഞ്ഞത് എന്താണെന്നുള്ള ആദ്യം നിങ്ങൾ കാണും. നിങ്ങൾ കാണണ്ട. ഈ സ്ത്രീകളെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, നിങ്ങളൊന്ന് കാണണം. കുട്ടി കല്യാണം കഴിച്ചതായിരിക്കണേ. ആ നല്ലൊരു മുഹൂർത്തം. എന്റെ ചേച്ചി എന്നെ വിളിക്കുന്ന ആ നായിക, തങ്കുവിന്റെ സിനിമേന്റെ നായിക. പ്ലീസ് നിങ്ങൾ വേഗം വരൂ. നായികയെ വരൂ. ഇതാണ് എന്റെ നായിക. എങ്ങനെയുണ്ട്? തട്ടിപ്പോട്ട് അതിന് അറിവില്ല. അതിന്റെ കാരണന്മാരെ സംബന്ധിച്ചോ? അല്ല, കുട്ടിയുടെ അമ്മയാണോ നായിക അതോ കുട്ടിയാണോ നായിക? ഇതാണ് നായിക. ഇത് നിങ്ങൾ എന്താ പറയുന്നത്? അല്ല, അത് വേറെ കാര്യം. നിങ്ങൾ ആദ്യം കഴിവുകൾ കാണും. മിമിക്രി വേണോ, മോണാക്കി വേണോ, ഡാൻസ് വേണോ, ഏത് വേണം? പിന്നെ ശരി, ഇനി നായികയുടെ പേര് കൂടെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. പേരെന്താ? എന്റെ നായികയുടെ പേരാണ് മാളൂട്ടി. ഞങ്ങളുടെ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഒന്ന് എങ്ങനെ മാറ്റുവാണ് കണ്ണ്. ഹായ് പറയൂ. ഇനി ഇവിടെ പിന്നെ മക്കൾ അങ്ങോട്ട് ഉമ്മ കൊടുക്കുമ്പോ അവിടെ നിന്ന് ചില ഉമ്മ ഇങ്ങോട്ട് കിട്ടും. അത് അങ്കിൾ ചെടുക്കും കേട്ടാ. അല്ല ഉമ്മ. നായിക. അപ്പൊ ഇതാണ് നമ്മുടെ തങ്കുവിന്റെ നായിക. നമ്മുടെ എന്താ എനിക്ക് ഇവിടുത്തെ ആരെയാണ് ഇഷ്ടം? ആരെ ഇഷ്ടം? എന്ന് വെച്ചാ ടീമിനെ. എന്താന്ന് വെച്ചാ ടീം എന്നോട് രാവിലെ വന്ന് പറഞ്ഞിട്ടുണ്ട് ആരെ ഇഷ്ടം എന്ന് വെച്ചാൽ ടീമിനെ പറയണം. ഒരു കാര്യം പറയാം. അതെ, ഒരു പഴഞ്ചൊല്ലുണ്ട്, പിള്ള മേൽ കള്ളമില്ല. അല്ലല്ല, ഇതിന്റെ ഇടയിൽ കൂടെ
വേറൊരു കാര്യം കൂടെ ശരിയല്ല. ഓക്കെ അല്ലേ? ചോദിക്ക് ടീമിന്റെ അടുത്ത് ചോദിക്കും. ഇത് മതിയോന്ന് ചോദിച്ചു. അല്ലേ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പറയണോ? പിടിച്ചേട്ടനാണ് സത്യം, ഞാൻ പറഞ്ഞിട്ടില്ല. മാളൂട്ടിയുടെ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ കഴിവുകളൊക്കെ പുറത്തിട്ടോണം. മിമിക്രി, മോണോക്ട്, പാട്ട്, ഡാൻസ്, കഥ എല്ലാം കേട്ടോ. അതില്ലേ ആ. ഈ മോതിരം രണ്ടും നല്ല രസമുണ്ട്. അച്ചോ താങ്ക് യു ചോ. അത് തന്നെ ട്രെയിനിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ. അപ്പൊ കാലത്തെ ബിനീഷ് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ടുണ്ടായിരുന്നു. ശരി മാളൂട്ടി കുട്ടിയെ ഇപ്പൊ എവിടെയാ വന്ന് നിക്കണേ? സ്റ്റാർ മാജിക്. ശരിക്കും സ്റ്റാർ മാജിക്കിൽ നമ്മുടെ മാളൂട്ടി വന്നിരിക്കുകയാണ്. മാളൂട്ടിക്ക് 4 വയസ്സേ ആയിട്ടുള്ളൂ. ഈ ഒരു പ്രായത്തില് മോളെ എത്ര പേരാ ഇഷ്ടപ്പെടുന്നേന്നറിയോ? നമുക്ക് എല്ലാവർക്കും മാളൂട്ടിയെ ഭയങ്കര ഇഷ്ടാ. സ്കൂളിൽ പോണ്ടോ? ഏത് സ്കൂളിലാ പോണേ? ജോസാലയം EMLP സ്കൂൾ. അത് എവിടെയായിട്ട് വരും? അത് എടപ്പള്ളി. എടപ്പള്ളിയിലാണല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഉമ്മേലെ നായികാന്ന് പറഞ്ഞത് ഈ കൊച്ചു എന്തൊക്കെ ചെയ്യുമെന്നറിയില്ലേ? എന്തൊക്കെ ചെയ്യും? അത് നമുക്ക് ആദ്യം എടുത്ത് ഓരോരോ ഐറ്റംസ് നായികയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി വേണമല്ലോ. ആദ്യം നമുക്ക് ഏതാ വേണ്ടത്? ഇത് സ്റ്റോക്കാണ്. ഇത് ഏതാ വേണ്ടത്? പാട്ടുണ്ട്, പാട്ടുണ്ട്, പിന്നെ ഡയലോഗ് ഉണ്ട്. ഡയലോഗ് ഉണ്ടോ? ഡയലോഗ് ഉണ്ട്. പിന്നെ ഓരോ ആൾക്കാർ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇമിറ്റേറ്റ് ചെയ്യും. അതുണ്ട്, ആ സാധനം ഒരാൾക്കാരായിട്ട് വരും, ഓരോ നടന്മാരായിട്ട് വരും. ഏറ്റവും ആദ്യം എന്താ ചെയ്യാ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്താ ചെയ്യാന്ന് നിങ്ങൾ തീരുമാനിക്കും. ഓ നമ്മൾ തീരുമാനിച്ചേ. ശരി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് താരങ്ങൾ തന്നെ ആവാം. അപ്പൊ ഞാൻ നേരത്തെ പ്രോഗ്രാം കണ്ടിട്ടുള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് അത് താരങ്ങളെ തന്നെ തുടങ്ങാം. ആയിക്കോട്ടെ. ആദ്യമായി എത്തുന്നത് മലയാള സിനിമയിലെ നിത്യഹരിത വസന്തം ശ്രീ പ്രേം നസീർ സാർ. പ്രേം നസീർ. അപ്പൊ ഞാൻ ഷീലാമ്മ. ഷീല. നസീർ സാർ. ഷീല. ഓക്കെ. ഇനി നസീർ സാറിന്റെ ഡയലോഗ് ഉണ്ട്. അമ്മണ്ടിപ്പെണ്ണെ അടുത്ത എത്തുന്നത് ഇവിടെ പല ആൾക്കാരും സത്യൻ എന്നും പറഞ്ഞൊക്കെ ഇവിടെ വന്ന് പല ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. പല ആൾക്കാരും അത് ഈ സൈഡിലായിട്ട് വരാം. പക്ഷെ അതല്ല സത്യൻ. സത്യൻ മാഷ് എന്ന് പറയുന്നത് യഥാർത്ഥ ഫിഗർ ഡയലോഗ് ഇവിടെ കാണിച്ചു തരും. അപ്പൊ അടുത്തത് എത്തുന്നത് സത്യൻ മാഷ്. സത്യൻ എങ്ങനെയുണ്ട്? അടിപൊളി. നമുക്ക് ഇവിടെ കാണിക്കുന്ന ഒരു സത്യമാഷുണ്ടല്ലോ, ഈ സത്യമാഷും ഈ വലിയ സത്യമാഷും ഒന്ന് ഒരുമിച്ച് ചെയ്യട്ടെ. അത് വേണോ? എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് ആ കൊച്ചിന് മുമ്പിൽ ചമ്മാൻ പറ്റാത്തോണ്ടാ. 2 സത്യമാഷ് ഒരുമിച്ച് സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വന്നത് ഇതിങ്ങനെ ഇരിക്കും. മാളൂട്ടി ഇതൊന്നും കണ്ട് പഠിക്കണ്ട കേട്ടാ. മാളൂട്ടി ചെയ്യുന്ന തന്നെ ചെയ്താൽ മതി. അതാണ് കറക്റ്റ് കേട്ടാ. അപ്പൊ എന്നെ നോക്കണ്ടട്ടാ. അതല്ലേ എന്നെ നോക്കി ചെയ്താ മതി. എന്നെ നോക്കി ചെയ്താ മതി. അടിപൊളി സൂപ്പർ. ഈ അങ്കിള് ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു? അതൊന്ന് പറഞ്ഞു. എന്നെ നോക്കി കളിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്കൊക്കെ എല്ലാം പഠിക്കാൻ കൂടെ വേണ്ടിയാണ് ഞാൻ ഇത് കൊണ്ടുവന്നേക്കുന്നത്. വില കൊടുത്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ നിന്നെ പഠിപ്പിക്കാൻ വേറെ ആളെ കൊണ്ടുവരേണ്ടി വരും. നീ കുറെ എന്തായാലും പോയിരുന്നോളൂ എന്ന് പറയാം. അത്ര പോയിരുന്നോട്ടെ. ഒരിക്കൽ പറയും. ഇതാണ് സത്യമാഷ്. പറഞ്ഞു മനസ്സിലായില്ല? ഇങ്ങനെയല്ല. ഇനി അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് പറയാ മലയാള സിനിമയിലെ അഭിമാന താരം നമ്മുടെ സ്വന്തം ഇക്ക, നമ്മുടെ മമ്മൂക്ക.
മമ്മൂക്ക വന്നാൽ പിന്നെ അടുത്ത് വരേണ്ടത് ലാലേട്ടനാണല്ലോ. ഉറപ്പായിട്ടും. അപ്പൊ മലയാള സിനിമയിലെ നമ്മുടെ സ്വന്തം ഏട്ടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അല്ല ഇനി ഡയലോഗ് ഉണ്ട്. നിങ്ങൾ റൂം കൊടുക്കാൻ പറഞ്ഞാൽ റൂം കൊടുക്കണം. അത് നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയല്ലോ. അങ്കമാലിയിലെ അമ്മാവന്റെ അടുത്ത് ഫോൺ ചെയ്ത്. അങ്കമാലിയിലെ അമ്മാവൻ ആരെന്ന് പറഞ്ഞത്? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ ഭാഗ്യമല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ ഭാഗ്യമാണ് ഈ ഹോട്ടലിന്. അപ്പൊ അവനെന്നെ എടീന്ന് വിളിച്ചു. അപ്പൊ ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കുടി എടുത്ത് അവന്റെ വെച്ച് നമുക്ക് ഒറ്റ കുത്തു കുത്തിയെ. പിന്നെ ഒരുത്തൻ എന്റെ അടുത്ത് എന്ന് പറഞ്ഞു അവന്റെ ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ ഞാൻ അവിടെ ഇരിക്കുന്ന പൂച്ചാട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചെടുത്ത് അവൻ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ബഹളം വെക്കുന്നേ. നമുക്ക് ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തില്ലേ, ഈ ഒരു ഡാൻസ് കാണാൻ ഇങ്ങനെ കുത്തിയായിട്ട് വയ്യ. കാവാലി കളിക്കോ? കാവാലിയല്ലേ ലേറ്റസ്റ്റ് കളിക്കാനറിയോ? ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി കാവാലി കളിക്കാൻ വെച്ചിട്ടല്ല, മറന്നുപോയി. കളിക്കുന്നത് പറയാൻ വേണ്ടി ഓർമ്മിപ്പിച്ചില്ലേ? ഓക്കെ, എന്റെ കാവാല ഇഷ്ടപ്പെട്ട പറയണേ. ഓക്കെ. കഥ പറയും, എന്തൊക്കെ കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ എടുത്തോ. ഇതൊരു ഗോഡമനാണ്, എന്ത് വേണം എടുത്തോ. ഞാനൊരു പാട്ട് പാടാം, അത് കേട്ടാ നിങ്ങൾ ഞെട്ടി ഭയങ്കര ഇഷ്ടമാവും. ശരിക്കും ഞങ്ങൾ ഏത് പാട്ടാ വാവ പാടുന്നേ? ഒരു RDX ഒരു പാട്ടാണ്. 4 വയസ്സുള്ള കുട്ടി ലേറ്റസ്റ്റ് ഫിലിം RDX പാട്ടാണ് പാടാൻ പോണേ. ആരൊക്കെ വന്നാലും മേലാണ് പേടി, ഉടക്കുന്ന കണ്ണു പിള്ളേർ കേടി, തൊടണ്ട വെറുതെ കേറി തുരത്തി പണിയും തേടി തേടി പന്നിക്കളയും സീൻ ചുമ്മാ പിന്നിക്കളയും സീൻ വെട്ടിക്കളയും സീൻ വിട്ട വിട്ട മോനെ സീൻ വിട് ടീം വിട് let the fine beginners blow up blow up blow up blow up this is star magic blow up blow up blow up this is star magic blow up blow up blow up this is star magic blow up hey blow up blow up this is star magic blow up blow up hey blow up this is star magic. അതാണ് നമ്മുടെ മാളൂട്ടി. ഇപ്പൊ ഞങ്ങൾ ഇത്രയൊക്കെ പെർഫോം ചെയ്തിട്ട് നിങ്ങൾ എല്ലാരും ഞെട്ടിയിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. മിമിക്രി ചെയ്തു, ശബ്ദം, അതുപോലെ തന്നെ പാട്ട് പാടി. ഇനി ഞങ്ങൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു കഥ പറയും. കഥ. ഒരു കോഴിയമ്മയ്ക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്നിന്റെ പേര്
അപ്പ കോയമ്മ വിളിക്കുമ്പോ വരും, വിളിക്കുമ്പോ വരും. അപ്പ കോയമ്മ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു, വിളിക്കുമ്പോ വരുന്നു, വിളിക്കുമ്പോ വരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എൻ്റെ പേര് നാക്കിക്ക, നിന്റെ പേര് നാക്കിക്കോന്ന്. ഈ കോഴിയമ്മയുടെ കഥ ആരാ പഠിപ്പിച്ചെന്നേ? വേറെ ഇനി ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും ഒരു വലിയൊരു സ്പെഷ്യൽ ഹാറ്റ്സ് ഓഫ് കേട്ടോ. അല്ല ഇനി വേറെ ഐറ്റംസ് കൂടെ ഉണ്ട്. ഉണ്ടാ? പിന്നെ ഇനി സ്പെഷ്യൽ ഒരു മാളൂട്ടി കൂടെ ഉണ്ട്. അടിപൊളി. അപ്പൊ ഞങ്ങൾ ഇനി ആ പെർഫോമൻസിലേക്ക് പോവാണ്. ശരി, ശരി. ശരിക്കും മാളൂട്ടിയുടെ പേര് മാളൂട്ടിന്നാ? ശരിക്കും ഞാൻ കള്ളം പറയല്ല. ഞങ്ങള് കള്ളം പറയില്ല കേട്ടോ. ഞങ്ങളുടെ ശരിക്കുള്ള പേര് മാളൂട്ടിന്നാ. എന്നാ മാളൂട്ടിന്ന് പേരുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മാളൂട്ടിയെ നമുക്കൊന്ന് കണ്ടാലോ? ഈ മാളൂട്ടിയെ കിട്ടിട്ട് അത് ചെയ്യിപ്പിക്കണ്ടേ? പോലീസ് ഈ ഗേറ്റ് ഒന്ന് തുറന്നേരോ? എന്തിനാ കയറ്റി തുറക്കുന്നേ? തുറക്കാൻ പറഞ്ഞു. ആര്? ഗീതു. ഏത് ഗീതു? ഞാൻ തന്നെ ഗീതു. അച്ഛാ, നമ്മൾ അമേരിക്കയിൽ പോകുമ്പോ എന്റെ അപ്പുനെയും കൂടെ കൊണ്ടുപോവോ? എന്ത് രസം, വലിയ കള്ളി. ഈ ഗീതു ക്യാരക്ടറിന്റെ ഡബിങ് ചെയ്തത് ശ്രീജ ചേച്ചി. അതെ. ഞാൻ ഒരു കൺഫ്യൂഷൻ, ശ്രീജ ചേച്ചിയാണ്. ബിക്കോസ് അതേ സൗണ്ട് അതേ മോഡുലേഷനിലാണ് മാളൂട്ടി പറയണത്. ഭയങ്കര സൂപ്പർവായിട്ടുണ്ട്. നമ്മൾ സിനിമയിൽ കേൾക്കണ ആ ഒരു ഫീലിംഗ് തന്നെയാ വന്നത്. സൂപ്പർ മോളു. താങ്ക് യു. ഒരു കാര്യം പറയട്ടെ, നമുക്കൊരു ടാസ്ക് കളിച്ചാലോ? എന്ത് ടാസ്ക് കളിക്കണ്ടേ? അതിന് ഒന്നും വേണ്ട, നമ്മള് ഒരു കളിയാണ്. എന്താ ഗെയിം എന്ന് വെച്ചാ ഞാൻ പറയാം. ഒരാളെന്റെ ചെവിയില് എനിക്കൊരു സിനിമ പേര് പറഞ്ഞുതരും. ആ സിനിമ പേര് ആക്ഷനിൽ എങ്ങനെ കാണിക്കും, അങ്ങനെ കാണിച്ചിട്ട് അവര് കറക്റ്റായി പറഞ്ഞ അവര് വിന്നറായും ജയിക്കും. ഓക്കെ മനസ്സിലായി. ആങ്കറിന്റെ ജോലിയും പോയി കിട്ടി. എന്റെ ചെവിയിൽ പറഞ്ഞോളൂ, ഞാനത് ചെയ്ത് കാണിക്കാം. കൊച്ചിന്റെ കമ്പനി വിട്ടേക്കാണ്. പണിയെടുക്കാത്ത ചില ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് പണിയെടുപ്പിക്കാം. രണ്ട് വാക്ക്. യക്ഷി. യക്ഷി വിറക് വെട്ടുന്നു. ചേച്ചി രണ്ട് വാക്ക്. രണ്ട് വാക്ക്. പക്ഷേ തീമാണ്, ഹൊറർ സബ്ജക്റ്റ് ആണ്. ചെരുപ്പ്. പാദസരം. ചിലമ്പ്. ചിലങ്ക. നഗക്ഷതം. നഗക്ഷതം പ്രേതസിന്. ആംഗിളോ? മോതിരം. ഗോൾഡ്. 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 സ്വർണം. സ്വർണം. വെള്ളി. 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 വെള്ളി നക്ഷത്രം. വെള്ളി നക്ഷത്രം. മോളെ ഞാൻ ഹാഫാ പറഞ്ഞേ, വെള്ളി ഞാനാ പറഞ്ഞേ, നക്ഷത്രം അവിടുന്ന് വന്നു. നക്ഷത്രം ഞാൻ. എന്റെ ചെവി പറഞ്ഞതാ. പണിയെടുപ്പിക്കാനുള്ള പരിപാടിയാണ്. ഫസ്റ്റ് അല്ല, ഫസ്റ്റ് എനിക്ക് പറഞ്ഞുതരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരും. ഞാൻ അങ്ങോട്ട് പറഞ്ഞേ. അല്ല, ഞാൻ അങ്ങോട്ട് അതായത് ഞങ്ങൾ അഭിനയിക്കില്ല. അതല്ല, ഇത് അഭിനയിക്കുന്നല്ല കഷ്ടം, പറയുന്ന കഷ്ടം. അഭിനയിക്കുന്നതല്ല കഷ്ടം, പറയുന്നതിന് കഷ്ടം. ശരി, ഇനി ഒരു സിനിമ എടുക്കാം അല്ലേ? അറിയാം. ഓക്കെ, കുട്ടി പറയാൻ പോവാനെ. സിനിമയുടെ പേരാണ് മുത്തശ്ശി. ഓ, സൂപ്പർ ക്ലൂ. കുതിര. മുത്തശ്ശി. പൂച്ച. കുതിര. കോഴി. കുറുക്കൻ. താറാവ്. താറാവ്. Yes, താറാവ്. താറാവ്. പൊന്മുട്ടയിടുന്ന താറാവ്. ഓക്കെ, ഡൈന, ഗുഡ് ജോബ്. ഓക്കെ, ശരി, ഇനി അടുത്തത്. ചിരിച്ചോ. പാട്ട്. ശബ്ദം. ശബ്ദം. ഗാനം. സ്വരം. ശ്രുതി. രാഗം. ഒച്ച. ശബ്ദം. ശബ്ദം. ഗന്ധർവൻ. കറക്റ്റാ. കളിച്ചോളാം. കുട്ടി കാണിച്ചോളും. ഓക്കെ. ബൈക്ക്. അല്ല, ഇതൊരു ഫോട്ടോയാണ്. വോയിസ് ഓഫ് അവൾ എന്ത് ചെയ്തു? പോസ്റ്ററിലുള്ള ആ ഒരു തീം എന്താന്നുള്ളത് പറയാൻ നോക്കിയതാ. ഇതൊരു പോസ്റ്ററിലുള്ള വോയിസ് ഓഫ് സത്യനാഥൻ ഇങ്ങനെയാ പറയാൻ. ശരി, ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ കുറച്ച് കുഞ്ഞു ടാസ്കുകളൊക്കെ ഇവിടെ തരാം. കുറെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് സ്റ്റാർ മാജിക് കാണാറില്ലേ? കുട്ടിയുടെ ഉമ്മച്ചി പറഞ്ഞല്ലോ ഗെയിംസ് ഒക്കെ ഇഷ്ടാന്ന്. അയ്യോ, എന്റെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കില്ല. ബാക്കി നമുക്ക് ഗെയിം കളിക്കാം അല്ലെ? നമ്മൾ ഇനി ഗെയിം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ തോറ്റ
ടീമിന് എനിക്ക് എന്ത് ഗെയിമാന്ന് പറയാൻ അയ്യോ സന്തോഷം വരും അല്ലേ? അപ്പൊ ഇപ്പൊ കുട്ടിക്ക് കുറച്ച് റെസ്റ്റ് വേണം, ഇത്തിരി വെള്ളമൊക്കെ കുടിക്കണം. ഞങ്ങൾ ഇത്ര നേരം പാട്ട് ഡാൻസ് എല്ലാം ചെയ്തു. അല്ല വേണം. മോളെ അതൊക്കെ മോളുടെ പേരില് ലക്ഷ്മി ചേച്ചിക്ക് ഒരു ചായ കുടിക്കണം, അതാണ് ഈ പറഞ്ഞു വന്നൊരു ഉദ്ദേശം. അപ്പളേ മാളുട്ടിയുടെ കൂടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു വിത്ത് സ്റ്റാർ മാജിക്. ഇനി നമ്മൾ പവർ കൂടുകയാണ്. അതെ, അപ്പൊ ഞങ്ങൾ ഇന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ്. നേരത്തെ കുട്ടിയുടെ ടാസ്കിന്റെ ഇടയിൽ എനിക്ക് കുട്ടിയെ ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് എടുത്തിട്ട് ഇനി ഗെയിം പറയാൻ പോവാ അല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി ഒരുമിച്ച് ഗെയിം കളിക്കാൻ പോവാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും കണ്ണ് കെട്ടു കേട്ടോ. കണ്ണ് കെട്ടിയിട്ട് ഇവിടെ താഴെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. എന്താ അവയ്ക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം? ചോക്ലേറ്റ് കഴിക്കാൻ പറ്റൂല. ചോക്ലേറ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അല്ലാണ്ട് വേറെ എന്താ ഇഷ്ടം? ആ, എനിക്ക് ചിക്കൻ ചിക്കൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ചിക്കന്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടല്ലേ? ഈ ചോക്ലേറ്റ് കൊണ്ടിട്ട് നമുക്ക് ഫ്രണ്ട്സിന് കൊടുക്കാം, ഉമ്മയ്ക്ക് കൊടുക്കാം, ഉപ്പയ്ക്ക് കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ സെറ്റ്. ഓക്കെ, ഈ ഗെയിം എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുക, എല്ലാവരും കണ്ണടച്ച് നിൽക്കുക. എന്നിട്ട് ഇവരെല്ലാവരും ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ്സ് പറക്കിയിട്ട് ആ ബാസ്ക്കറ്റിൽ ഇടണം. ചോക്ലേറ്റ് കളക്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ആരാണോ കളക്ട് ചെയ്യണേ അവർക്ക് ഗിഫ്റ്റ്. ഓക്കെ, ഞങ്ങൾ റെഡിയാണ് കേട്ടോ. അപ്പൊ ഇവരുടെ 3 പേരുടെയും കൂടെ കണ്ണ് കെട്ട്. അപ്പൊ നിങ്ങൾ കണ്ണിൽ വെച്ചോളൂ. ഞങ്ങളും കണ്ണു പൊത്തിട്ടോ. ഞങ്ങളും കണ്ണു പൊത്തിയേ. ഞങ്ങൾ 3 പേരും ഇനി നോക്കില്ല. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് നോക്കാണ്ട് എടുക്കണം. എന്നിട്ട് വാവയുടെ അതാണ് അതിൽ കൊണ്ടിടണം. റെഡിയാണോ? ഓക്കെ, റെഡി? 1 2 3 ഗോ. എവിടെ കൈയുടെ? 1 2 3. അയ്യേ കിട്ടണില്ലല്ലോ. അയ്യേ ഗുഡ് 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 സൂപ്പർ. ഇത്ര ചോക്ലേറ്റ് എന്നറിയ എടുക്കണേ. എടാ അത് മിഠായി അല്ല കൊച്ച. പണ്ട് ഇതായിരുന്നു പണി. രാജവംശ കൊച്ചിനെ തള്ളിയിടല്ലേ? അടിപൊളി അടിപൊളി മാളുട്ടി, അടിപൊളി കേട്ടോ. മാളുട്ടി മിഠായിയുടെ ചോക്ലേറ്റിന് ഇടയ്ക്ക് 2 കിഴങ്ങുകള്. അത് ഞങ്ങളുടെയാ, അത് മാളൂട്ടിയുടെയാ. മാളു, അത് മാളൂട്ടിയെ പറയൂ. തപ്പടാ തപ്പ്, അവിടെ കിടന്നാ തപ്പ്. മാളൂട്ടിക്ക് വേണ്ടിയിട്ട് മക്കളെ ധൈര്യമായിട്ട് കളിക്കാം. 2 കളവന്മാരാണ്. നായിക മാളൂട്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. മാളൂട്ടിനെ ഹെൽപ്പ് ചെയ്യണോ? ആ, അതല്ല, നായകൻ ഹെൽപ്പ് ചെയ്തോളും. ആ നായകൻ. മക്കളെ ധൈര്യമായിട്ട് കളിക്കാൻ. 2 കളവന്മാരാണ്, ഒരു കുഴപ്പമില്ല. ഇരുന്നോളൂ ഇരുന്നോളൂ. എന്റെ ബക്കറ്റ് അവിടെ. അവരെ കളിയാക്കൂ. അയ്യേ അയ്യേ shame shame puppy shame. എല്ലാരും shame puppy shame 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 puppy shame 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 puppy shame. ഓക്കേ, ഇനി ഓക്കേ, ഞങ്ങൾ ഞങ്ങളുടെ കണ്ണട ഊരാൻ പോവാണ്. ഞങ്ങൾ ഫസ്റ്റ് ആണ്. ആ, ഇനി നിങ്ങളും കണ്ണട ഊരിക്കോളൂ. ആ ഭൂമിക്കോ? മാളൂട്ടി ഇത്ര കളക്ട് ചെയ്ത് പറയൂ. സുമേഷേ, എടാ നിനക്ക് എത്ര വയസ്സായടാ? 65 വയസ്സായില്ലടാ. 10 ബാക്കിയൊക്കെ കള്ളത്തരാ. അവിടെയോ? അവിടെ 6 എത്ര 6 7. അയ്യോ, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. അതെന്താ അവിടെ മിഠായി കുറഞ്ഞു? ഇവിടെ അതെങ്ങനെ മാളൂട്ടി? അത് കള്ളത്തരാ. എനിക്കൊന്നും ഇല്ല സുമേഷ്. കളി വേണ്ടേ? അപ്പൊ ഈ അങ്കിള് കളക്ട് ചെയ്തത് ടോട്ടൽ 10, ഈ അങ്കിള് കളക്ട് ചെയ്തത് 7, മാളൂട്ടി കളക്ട് ചെയ്തത് 100. അപ്പൊ ഈ ഗെയിം കഴിയുമ്പോ ജയിച്ചത് ആരാ? മാളൂട്ടി. ഈ അങ്കിള് അറിയോ? എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞില്ല. അങ്കിളുടെ പേരെന്താ? ടീം എന്താ പറയാൻ പറഞ്ഞേ? ടീം രാവിലെ വന്ന് എന്നോട് പറഞ്ഞു ആരെ ഇഷ്ടം വെച്ചാൽ ടീമിനെ പറയണം. ഇങ്ങനെയൊക്കെ ടീം ചെറിയ കുട്ടി ഇങ്ങനെയൊക്കെ ക്യാൻവാസ്. ഇവിടെ ആരെയും ഇഷ്ടം? ശരിക്കും
ചേച്ചി അയ്യോ, ഞാൻ പറഞ്ഞു പറയുന്നത് അങ്ങനെ തോന്നുകയില്ല കേട്ടോ ലക്ഷ്മി. ഫസ്റ്റ് ഞാൻ എന്നെയാണ്, സെക്കൻഡ് ആര്? നല്ലൊരു കാര്യം. തങ്കു തങ്കു. ആളുട്ടി എനിക്ക് ഏത് പൊസിഷനാ എന്റെ നിനക്കെടാ ഒരു പൊസിഷനിൽ ഇറങ്ങി പോടാ. തേർഡ് 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 ഫസ്റ്റ് അതല്ല സെക്കൻഡ് തേടാ നല്ലത്. ഫസ്റ്റ് ഈ പേടാന്നാ പറഞ്ഞാ വെച്ചേ. പിന്നെ തങ്കു ആ, പിന്നെ ഉമ്മച്ചിയും ഉപ്പച്ചിയും ആയി ഇത് മൂന്നാം third. സ്ഥാനം. ആ, ഇതാണോ തേർഡ്? അത് ഫോർത്ത്. എനിക്ക് പെൻഷൻ വാങ്ങാൻ സമയമായിരുന്നു. ഇത് 2 പേട്. Fourth. ആ ഫോർത്ത്. ഹലോ എന്നെ ഇഷ്ടമല്ലേ അപ്പാ? ഉണ്ട് എപ്പോഴാ? 10th? അതല്ല അതാണ്. മാളുട്ടിക്ക് വലിയ ആളാവുമ്പോ ആരാവാനാ ഇഷ്ടം? എനിക്ക് വലിയ ആള്. ഡോക്ടറും ആ അല്ല രണ്ടെണ്ണം. ഡോക്ടറും അടിവിറ്റും സിനിമ നടി. ഡോക്ടർ ആവണം, പാരലലി അഡ്വക്കേറ്റ് ആവണം, ഒപ്പം സിനിമാ നടി ആവണം. ആരുടെ നായികയാവാനാ ഇഷ്ടം? ലാലേട്ടൻ. ലാലേട്ടൻ നായികയാ? ലാലേട്ടന്റെ നായികയാവാനാണ് ഞങ്ങൾക്ക് ഇഷ്ടട്ടാ. ആ. ലാലേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഓൾറെഡി പറഞ്ഞു എന്നറിയാം, എന്നാലും മാലൂട്ടി ലാലേട്ട എന്നെ നായികയാക്കുന്ന കാര്യം എന്തായി? അടിപൊളി. ആ ഒന്ന് വേഗം ആയിക്കോട്ടെ. മാലൂട്ടി ആ. ചാൻസ് കിട്ടുമ്പോ നമ്മൾ കുറച്ച് ആൾക്കാരുടെ പേരും പറയണം. അതെ അതെ. സ്കൂളിൽ പോവാറുണ്ടോ? ശരിക്കും? നല്ല പഠിക്കും, നല്ല പഠിക്കും. ഇപ്പൊ LKG-ലാണോ UKG-ലാണോ? LKG. ശരിക്കും? ആ അപ്പൊ ഏത് സബ്ജക്ട് ഏറ്റവും ഇഷ്ടം? സബ്ജക്റ്റാ? ആ ഞങ്ങള് സ്കൂളിൽ പോവാറില്ലല്ലോ, ഷൂട്ടല്ലേ ഞങ്ങക്ക്. അപ്പൊ ആരിതൊക്കെ പഠിപ്പിച്ചു തരാ? അത് ഇടക്കിടക്ക് സ്കൂളിൽ പോകുമ്പോ എപ്പോഴും സ്കൂളിൽ പോവൂല്ലേ? എന്റെ വീട്ടിലിരുന്ന് പഠിക്കൂല്ലേ? ഓക്കെ ശരി. എന്തായാലും ഈ ഒരു ടാസ്ക് കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് ഞങ്ങളാണ്, മാളൂട്ടിയാണ്. ശരി, സ്റ്റാർ മാജിക്കില് മാളൂട്ടി വന്ന സ്ഥിതിക്ക് മാളൂട്ടിക്ക് ബലൂൺ വെച്ചിട്ടുള്ള ഒരു ഗെയിം കളിക്കണം. കാണാൻ വന്നപ്പോ മുതൽ പറഞ്ഞോണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഗെയിമിലേക്ക് പോയല്ലോ. ശരി, മാളൂട്ടിക്ക് ഏത് ടീമിനെ കൂടുതൽ ഇഷ്ടം? ഓഫ് കോഴ്സ് ഞങ്ങൾ തന്നെ. ഇവിടെ ഇരിക്കണോ അവിടെ ഇരിക്കണോ? ഇവിടെ. ഓക്കെ. ശ്രീവിദ്യ ബബിൾക്കം വെച്ചിട്ട് കൊച്ചിനെ അവിടെ ഒട്ടിച്ചു വെച്ചേക്ക. ആളൂട്ടിക്ക് മാമൻ വലിയൊരു ബലൂൺ കാണിച്ചേട്ടെ. ഷർട്ട് മൂടിയ ബലൂണ്. ഇന്ന് ബലൂണൊന്നും തോന്നണില്ല കേട്ടോ. ആ ബലൂണ് അടിമാലി മാമന്റെ വയറ്റിലാണ് കേട്ടാ. ആ മത്തങ്ങ ബലൂൺ ഉള്ളവൻ ആ എന്റെ വയറ്റിൽ ബലൂൺ ഉണ്ടെന്ന് പറയുന്നത്. ശരി. ഈ നിൽക്കുന്നത് ജലദേവത. അല്ല. വിറകുവെട്ടിയുടെ മറ്റേ കോടാലി വെള്ളത്തിൽ പോയില്ലേ? ഞാനിങ്ങനെ ജലദേവതയോട് ചോദിച്ചാൽ എന്റെ കോടാലി തിരിച്ചു തരാൻ പറഞ്ഞപ്പോ ഒരു ജലദേവത പൊങ്ങി വന്നില്ലേ? ആ നിക്കണാണിത്. അവിടെ ഇരിക്കണോ ഇവിടെ നിക്കണോ എന്റെ കൂടെ, അതോ അവിടെ ഇരിക്കണോ? അവിടെ നിക്കണോ? എന്നാ പോ. ഓക്കെ, ഞങ്ങള് വീണ്ടും ഒരു ഗെയിം പറയാൻ വേണ്ടി പോവാണ്. മനസ്സിലായി, അവിടെ മൊത്തം ചളിയാന്ന്. ശരി, സ്റ്റാർ മാജിക്കില് ഞങ്ങൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ടുക്കുഡു കുക്കുഡു. അപ്പൊ അതായത് ഈ ടീമിൽ നിന്ന് 2 പേരും വരും, ഈ ടീമിൽ നിന്ന് 2 പേരും വരും. ഒരാള് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ്, കമിഴ്ന്ന് കിടക്കുകയാണ്. ഓക്കെ, ആളുടെ ബാക്കില് നമ്മളൊരു സംഗതി, ആക്ച്വലി കുറച്ച് നീഡിൽസ് ഉള്ള ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു സർക്കിൾ അറ്റാച്ച് ചെയ്ത് വെക്കും ബെൽറ്റ് ഫോമിൽ. എന്നിട്ട് അവരുടെ ഒരു ടീം മെമ്പർ കാലിൽ ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ട് ഇങ്ങനെ 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 ബാലൻസ് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹം കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വേണം നടക്കാനായിട്ട്. വന്നിട്ട് ഈ ടീമിന് ഞാനിപ്പോൾ ബ്ലൂ ആണ് തരണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന് വൈറ്റ് ആണ് തരണമെന്ന് വിചാരിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ ടീമിലെ ബ്ലൂ കളർ പൊട്ടിക്കുക, ഈ ബ്ലൂ കളർ പൊട്ടിക്കുക. അതിനുശേഷം ഏത് ടീമാണോ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ബലൂൺ പൊട്ടിക്കുന്നത് അവരായിരിക്കും ജയിക്കാൻ പോണേ. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഓക്കെ, കളർ ഇത്രയേ ഉള്ളൂ. ഇവിടെ ബ്ലൂ ആണെങ്കിൽ ഇവിടെ വൈറ്റ്. ഓക്കെ, ഗെയിം കളിക്കാൻ എല്ലാവരും റെഡിയാണ്. ഞങ്ങൾ റെഡിയാണ്. അടി കൊള്ളാൻ എല്ലാവരും റെഡിയാണ്. എന്നെ നോക്കണേ എന്തിനാ? അറിയാം ഞാൻ അതിന്റെ ആണെന്ന്. തോക്കുന്നവർ അടി കൊള്ളാം. കൊള്ളണം, കൊണ്ടേ പറ്റൂ. All the best, all the best. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ അജൂബ് ഷയുടെ ടീമിന് വൈറ്റും അതുപോലെ തന്നെ ഈ ടീമിന് ബ്ലൂ ആണ് നമ്മൾ തന്നിട്ടുള്ള കളറ്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അവിടെ അല്ല ഇവിടെ പൊട്ടിച്ചോ. വൈറ്റ്. ആ വൈറ്റ്. പതുക്കെ പോയി. വിറയ്ക്കണം.
ഈ മൃദുല ഭയങ്കരമായിട്ട് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ അബദ്ധത്തിൽ പൊട്ടി. വെരി ഗുഡ് അജംഷ, വെരി ഗുഡ്. മാറ, ഞങ്ങളുടെ കൊച്ചുവനാണ്ടില്ല മാറ. വാവാ കമാൻ, വാവാ കമാൻ, സ്പോട്ട്ലൈറ്റ് നിങ്ങളുടെ മുകളിലാണ്. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. തട്ടിക്കോ. എന്നോട് വെച്ചേ സുമേഷിന്റെ പെർഫോമൻസ് ഒരു തളർച്ച ഉണ്ട്. ഒന്നുകൂടി ഉണ്ട്. അജുംഷ മോശമാണ്. സുമേഷ് ഫ്രണ്ടിലോട്ട് അല്ല അതിലെ പോണ്ട്. അല്ല അതിലെ ഒരാത് ഫ്രണ്ടിലുള്ളതും കൂടെ പൊട്ടിക്കണം. പൊട്ടിക്കാം. ഞങ്ങളെ ടീമിന്റെ ജവാൻ അടിച്ചുകൊണ്ട് ജവാൻ അടിച്ചുകൊണ്ട് ഷെയ്ക്കേണ്ടി തരണം ഞങ്ങളെ. രണ്ട് ടീമിൽ നിന്ന് ഇനി ഗേൾസ് ആണ് ഇറങ്ങാൻ പോണേ. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അയ്യോ ഇതെന്നാ ഇതെന്താ നീന്തണ? പിടിച്ചോ. അടിപൊളി. പയ്യെ കൊണ്ടുപോയാ പയ്യെ പോയാ മതി. ഓക്കെ നമ്മൾ ജയിക്കും. ഇതും കൂടി പൊട്ടിക്കെട്ട് മാറ്റാം. ഓക്കെ, അപ്പോ രേവതിക്ക് മാറാം. ഇനി മൃദുല കയറുകയാണ്. ഗുഡ് ജോബ് മൃദുല, അപ്രീഷിയേറ്റിംഗ് യുവർ എഫർട്ട്. മൃദുല മൃദുല വെരി ഗുഡ് മൃദുല, വെരി ഗുഡ്. You can do it, Mridula. Come on. ഡയന മാറാം. Okay. ഡയാന പിന്മാറിയിരിക്കുകയാണ്. എനിക്ക് നല്ലൊരു കൈയടി കൊടുക്ക്. പകരം ശ്രീവിദ്യ തോപ്പിക്കടി നിങ്ങളുടെ ടീമിനെ. ജൂനിയർ മാൻഡ്രക്കി ഞങ്ങളുടെ സ്വന്തം Very good. Super. ഞങ്ങളെ Come രക്ഷിക്കാൻ on, Mridula, concentrate. ഞങ്ങളുടെ കൊച്ചിന് മാർഗദർശനം ഉണ്ടാക്കുന്ന ശ്രീവിദ്യ ഒന്നും നോക്കൂല. ഈ സമയത്ത് അന്നയായിരുന്നെങ്കിൽ മാക്കറി ചാടുന്നവര് ചാടി ഇതെല്ലാം പൊട്ടിച്ചേനെ. അയ്യോ. Mridula, you can do it, Mridula, you can do it. Very good. Come on. ശ്രീവിദ്യ ഇതാ സ്കോർ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. Good job. ജവാൻ ടീം Come on, മൃദുല. Ready, 1, 2, 3. പോട്ടെ അങ്ങോട്ട് ഫിനിഷ്. അല്ല ശരിക്കും ഈ കളിയിൽ ആലീസ് ആണോ മാൻഡ്രക്ക്? അതെനിക്ക് മനസ്സിലായി. Up,
ശ്രീവിദ്യ 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 ഇത്തിരി ഫ്രണ്ടിലേക്ക് ഓടി. ഗുഡ് ജോബ് ശ്രീവിദ്യ. അങ്ങനെ മാളൂട്ടിയുടെ മാനം കാത്തിരിക്കുകയാണ്. നമ്മുടെ മാളൂട്ടി ആന്റി. മാളൂട്ടി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ജയിച്ചു തുടങ്ങിയത്. ലക്ഷ്മി, ഈ സ്ത്രീകൾക്ക് പറ്റിയൊരു ഗെയിം ആണോന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ നമ്മളുടെ ഇവിടുത്തെ ഉള്ള ഫീമെയിൽ പാർട്ടിസിപ്പൻസ് അത്ര കോർ സ്ട്രെങ്തനിങ് ആൾക്കാരല്ല. അപ്പോൾ അത് എന്തായാലും അതിന് നോക്കുമ്പോൾ നമ്മുടെ പെണ്ണുങ്ങള് അസാധ്യമായിട്ട് പെർഫോം. ശ്വേത ചേച്ചി, ഞങ്ങളെ ടീം ജയിക്കാൻ ഒരു മേജർ പങ്ക് വഹിച്ചത് ഇദ്ദേഹമാണ്, ദേവസൂര്യാണ്. കാരണം ഞങ്ങൾ ഫുള്ളി പുറകിൽ നിന്ന് ബാലൻസ് ചെയ്ത് ദേവയാണ് ആക്ച്വലി ഞങ്ങൾ പുഷ് ചെയ്തത്. അതായത് പറഞ്ഞു കൊടുത്ത ഞാനാണ്. മൃദുല ഫാന്റാസ്റ്റിക്, നന്നായി ചെയ്തു. ആലീസ് മൃദുലിട്ട് തുണി അലക്കുമായിരുന്നു ഇവിടെ. ഇരിക്കൂ, ഞാൻ പഠിക്കും, ചേട്ടൻ പഠിക്കുമോ എന്നെ? ഞാൻ പിടിക്കാം. ശരി, ഓക്കെ. എടാ ഒന്ന് പിടിച്ചു കൊടുത്താ. ചേട്ടൻ പിടിക്കണം. ചേട്ടൻ പിടിക്കുമെന്നാ ചോദിച്ചേ. അല്ല, അത് എന്തുകൊണ്ടാണ് ബിനു ഒരു ഗെയിമും കളിക്കാത്തത്? ബിനു പോയിന്റ് ആണല്ലോ. അതെന്താ ബിനു? ബിനു ഇവിടെ കളിച്ച നല്ല നല്ല പെർഫോമൻസസ് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രായങ്ങളായില്ലേ ചേച്ചി? അല്ലല്ല, പ്രായമൊന്നല്ല. പ്രായോ? എന്ത് പ്രായം? ആരാച്ചി പറഞ്ഞ പ്രായം? പ്രായം, വാട്ട് ഈസ് പ്രായം? മേഡം വരുമ്പോ 24 കടക്കൂലെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, ആര് എന്തൊക്കെ പറഞ്ഞാലും ഇത് നമുക്കൊരു ചാലഞ്ച് ആക്കി എടുക്കാം. കാലിനല്ലേ പ്രോബ്ലം ഉള്ളൂ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ശ്രമിക്കാം. അതാണ് നമ്മൾക്ക് തോൽവിയോ ജയിക്കുന്നല്ല, നമ്മൾ ശ്രമിച്ചു എന്നാണ്. അതേന്നോ ചേട്ടാ? അവിടെ ഇരുന്ന് തങ്കച്ചനെ മറിഞ്ഞു നിന്ന ഒരാൾ അതേന്ന്. ചേട്ടാ, കാലിന്റെ ഫിലമെന്റ് പോയിക്കണല്ലേ, ശ്രദ്ധിക്കും. ഫിലമെന്റോ? പിന്നെ കാലിന്റെ ഫിലമെന്റ് പോയിന്ന്. എന്റെ പെട്രോൾ മാർക്സ് ആണോ എന്റെ കാല്? ഇത് തമാശക്ക് നമ്മൾ ചെയ്യണം കേട്ടോ, അല്ലാണ്ട് ഗെയിം ഒന്നും അല്ല. ഇതിൽ യൂണിയൻ പണിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് പറ്റും. ട്രൈ ചെയ്ത് നോക്കാം. ബിനു ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് വൺ ബോൾ, വൺ ബലൂൺ. ഞാൻ പറഞ്ഞ മെയിൻ ആള് പറ്റേ. അറബാന ചുമന്നുകൊണ്ട് പോകുന്ന അടിമാലി. ഫോർട്ട് കൊച്ചിയിലെ അറബാന ചുമന്നുകൊണ്ട് പോണ അടിമാലി. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ എന്നെ Excellent, Binu. Excellent. Yeah, come on. ശരിക്കും ആദ്യമായിട്ടാണ് എന്റെ മൂഡ് കൊണ്ടൊരു ഗുണമുണ്ടാണ്. ബെസ്റ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ബിനുചേട്ടനും അതുപോലെ തന്നെ ടീമുമാണ്. ബിനുചേട്ടനാണ് കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത്. കാരണം ബാക്കി ഇപ്പൊ ലൈക്ക് ബോയ്സ് ടീം ആണെങ്കിലും ഗേൾസ് ടീം ആണെങ്കിലും ഈ ടാസ്ക് തീർത്തെങ്കിലും ഒന്ന് പൊക്കി പറയട്ടെ പ്ലീസ്. അവന്റെ അത്ഭുതം മൂടൊന്ന് കാണാം. പറയട്ടെ, അതായത് എല്ലാവരും തീർത്തെങ്കിലും ഇത്രയും കുറഞ്ഞ ടൈമില് സിമ്പിൾ പുഷ്പം പോലെ ഈ ഒരു ഗെയിം തീർത്തത് നിങ്ങൾ രണ്ടുപേരായിരുന്നു. കൺഗ്രാറ്റ്സ് ബിനുചേട്ടൻ ആൻഡ് ടീം. എന്റെ മൂഡിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. മൂഡിന് അത്ഭുതം ഇവിടെ നല്ല കളർഫുൾ അത്ഭുത മൂഡ്. കൊള്ളാം. താങ്ക് യു. ആരെങ്കിലും ആംബുലൻസ് വിളിക്കുക. തേക്കുന്നടി ഒന്നും കയറ്റിക്കൊണ്ടോട്ടെ. പറഞ്ഞേ അങ്ങനെയല്ല, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ ഒരു ഗെയിം കഴിയുമ്പോ, നമ്മുടെ ഗെയിമിന്റെ പേര് ടുക്കുടു കുക്കുടു എന്നായിരുന്നു. ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ആർജി ടീമാ, മാളൂട്ടി ആന്റി. ഓക്കെ, അപ്പോ ജയിച്ച ടീം നമ്മുടെ മാളൂട്ടിയുടെ ടീമാണ്. അപ്പോ ആദ്യം മാർക്ക് ആരെയും നമ്മൾ വിളിക്കണ്ടേ അടി കൊടുക്കാൻ? ടീമിനെ ഭയങ്കര ഇഷ്ടമായിരിക്കണം. വന്നോളൂ. ടീമല്ലേ? പിന്നെ വേറെ കാര്യം, ദയും ദാക്ഷിണ്യം ഒന്നും വേണ്ട. അടിച്ച് കാൽ ഒടിച്ചേരെ. എന്തെങ്കിലും മുഴിയാനുണ്ടോ കുട്ടിക്ക്? ഒരു പാട്ട് പാടും. പാട്ട് പാടട്ടെ?
എന്തിനാണ് മകളെ എന്തിനാണ്? മകൾക്ക് വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. കോറസ് പിടിച്ചോളണം കേട്ടോ. തന്നന്നെ തന്നന്നെ താന്ന തന്നന്നെ 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 താന്ന തന്നന്നെ തന്നന്നെ താന്ന തന്നന്നെ 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 താന്ന തന്നന്നെ തന്നന്നെ താനെ തന്നന്നെ 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 താനെ തന്നന്നെ തന്നന്നെ താനെ തന്നന്നെ 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 താനെ. വടക്കേലെ ചേടത്തി ചന്തയിൽ പോയപ്പോ മീൻകാരൻ നോക്കി കണ്ണിറുക്കി. കണ്ടു നിന്നൊരു ലോലപ്പൻ ചേട്ടൻ മീൻകാരനെ നോക്കി ചിരിച്ചന്നേ. തന്നന്നെ തന്നന്നെ താനെ തന്നന്നെ 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 താനെ തന്നന്നെ തന്നന്നെ താനെ തന്നന്നെ 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 താനെ. വടക്കേലെ ചേടത്തി ചന്തയിൽ പോയപ്പോ മീൻകാരൻ നോക്കി കണ്ണിറുക്കി. കണ്ടു നിന്നൊരു ലോലപ്പൻ ചേട്ടൻ മീൻകാരനെ നോക്കി ചിരിച്ചന്നേ. തന്നന്നെ തന്നന്നെ താനെ തന്നന്നെ 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 താനെ തന്നന്നെ തന്നന്നെ താനെ തന്നന്നെ 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 താനെ. സ്നേഹിച്ച പെണ്ണ് കാറിന് പോയപ്പോ റോട്ടിലിരുന്ന് ഞാൻ കണ്ടു. എന്നെ നോക്കാതെ അച്ഛന്റെ കൂടെ കാറിന് പോയി എന്റെ പെണ്ണ്. തന്നന്നെ താനെ തന്നന്നെ 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 താനെ തന്നന്നെ തന്നന്നെ താനെ തന്നന്നെ 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 താനോ. ജോസപ്പൻ ചേട്ടൻ സിനിമക്ക് പോയപ്പോ ആളുകളെ കണ്ട് കണ്ണ് തള്ളി. സിനിമയും കണ്ടില്ല, ടിക്കറ്റും കിട്ടിയില്ല, വന്ന വഴിക്ക് പുട്ടും തിന്നേ. തന്നന്നെ തന്നന്നെ താനെ തന്നന്നെ 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 താനെ തന്നന്നെ തന്നന്നെ താനെ തന്നന്നെ 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 താനേ. വഞ്ചിയിൽ പോയ ചേട്ടനെ നോക്കി സാവന്ന് നോക്കി ചിരിച്ചെന്നേ. സാവിനെ കണ്ടതും അനു തുടങ്ങി വഞ്ചി വേഗത്തിൽ പോയെന്നേ. തന്നന്നെ തന്നന്നെ താനെ തന്നന്നെ 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 താനേ തന്നന്നെ തന്നന്നെ താനെ തന്നന്നെ 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 താനേ. തന്നന്ന തന്നന്ന താന്ന തന്നന്ന 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 താന്നന്ന തന്നന്ന തന്നന്ന താന്ന തന്നന്ന 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 താന്നന്ന. അടിപൊളി. മാളു എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? പാട്ട് ഇഷ്ടായി. അയ്യോട് നന്നായിട്ട് കുറച്ച് പടയായിട്ട് വെച്ച്. ആ അസ്സലായിട്ട് പാടി. സംഗതി പോയ സ്ഥലം എന്ന് പറഞ്ഞേ. തല്ലല്ലേ തല്ലല്ലേ താല എനിക്കറിയാൻ തല്ലല്ലേ പാടില്ല. തല്ലല്ലേ ചേട്ടാ, തല്ലല്ലേ വാ ചേട്ടാ. താലല്ലേ തല്ലല്ലേ തല്ലല്ലേ താൻ തല്ലല്ലേ താൻ തല്ലല്ലേ തല്ലല്ലേ തല്ലല്ലേ. ഹലോ പെട്ടെന്ന് അടിക്കല്ലേ, ഞാൻ അടിക്കും വന്നിട്ട്. ശരിക്കും ലൈക്ക് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ അടി കിട്ടും. ഇത് പക്ഷെ കയ്യിലിരിപ്പ് കാരണം അതെ, അതെ. 4 വർഷമായിട്ട് പറയണ്ട അടിക്കുമ്പോ കുനിയരുത് ചാടരുത് എന്നുള്ളത്. ശരിക്കും ഒരു അടി കൂടെ തരണം. മാളു ഇനി ആരെ വിളിക്കണ്ടേ? അജൂബ് ഷാ. അജൂബ് ഷാ. ഓക്കേ. ചേട്ടനെ തല്ലുന്ന കാണാൻ പോകണ മോള്. അജിച്ചല്ല. അയ്യോ, ഇനി ഒരു പാട്ട് കൂടി കേൾക്കട്ടെ വരുമോ? റെഡി 1 2 3 ഗോ. ചേട്ടൻ മാളൂട്ടിക്കൊണ്ട് ഒരു പാട്ട് പാടട്ടെ. വേണ്ട കുറുക്കന്റെ പാട്ട് പാടും. പാടട്ടെ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി. കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി. കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി. തക്കാളിയും പപ്പാളിയും അച്ചിങ്ങ മച്ചിങ്ങ പീച്ചിങ്ങയോടത്തു പിച്ച നടന്നു ചൊല്ലി. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. ഓക്കേ ഇനി ആരാ? ഓക്കേ ആലിസ്. ആലിസ് ആന്റിയാണോ? ആലിസേ
ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, മനസ്സ് തുറക്കണം. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലിസിനെ സംബന്ധിച്ചിടത്തോളം ആലിസിന്റെ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ കുറച്ചും കൂടെ ആഗ്രഹങ്ങൾ ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കത് വായിക്കാൻ പറ്റാം, എല്ലാം ഞാൻ വായിക്കാറുണ്ട്. ഞാൻ ഇതുപോലത്തെ 5 എണ്ണമാണ് ടിങ് 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 ഉദ്ദേശിച്ചത്. എനിക്ക് കണ്ടപ്പോ ഭയങ്കര സ്നേഹം തോന്നി. ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. കാര്യം എന്റെ ചേച്ചിയുടെ 2 മക്കളുണ്ട്. 2 പിള്ളേരെയും വളർത്തിയത് ആ ഒരു വളർന്ന ഈ ഒരു പ്രായത്തിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് കൊടുത്ത് ഇത്തവണ എനിക്ക് തന്നായിരുന്നു എന്റെ ബാലൻസ്. സുമേഷേട്ടാ എന്നെ ഒരു പെങ്ങളെ പോലെ കാണുന്നത് അല്ല, മോശമാണ് കേട്ടോ. ഞാൻ എപ്പോ ഒരു ചാട്ടടി അടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഞാൻ പറയാം. എനിക്കോ? ആഗ്രഹമൊന്നുമില്ല. ആഗ്രഹം ഇല്ലേ? കാണാൻ പറയല്ലേ, ഒരു വിരുത്തം അടിച്ചാലോ? വിരുത്തം. ശങ്കരാ നാദ ശരീര പരാ വേദ വിദാര ജീവേശ്വര ശങ്കരാ നാദ ശരീര പരാ വേദ വിദാര ജീവേശ്വര శంకరా మెరిసే మెరుకులు మునిసే తడవులు చిరు చిరు నౌగలు కావోలు మునిదే మునుగులు సరి సరి నడనల సిరి చిరి మూవలు కావోలు కళబగానగర శివు గంగా కళకు తారిన శివు గంగా కలపగారగన శివగంగా కలకు దారిన శివుగంగా నా గానరబరిను మునుగంగా ఆనంద దిష్టి మేల్ తడవంగా శంకరా నాద శరీరా పరా వేద విదార జీవేశ్వర శంకరా 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 അടിപൊളി സുമേഷ്. താങ്ക് യു. വാവാ, ഇത് എവിടെയായിരുന്നു? സൂപ്പറായിരുന്നു. അതിഗംഭീരായിട്ട് പാടി ആൻഡ് ഈസി വേ ഓഫ് സിംഗിങ്. സിമ്പിൾ ആയിട്ട് പാടിയത്. ചേട്ടന്റെ വീട്ടിലാരെങ്കിലും പാടുവോ? അടുത്തറിയാൻ വേണ്ടിട്ട് ചോദിക്കാണ് കേട്ടോ. വീട്ടില് ചേട്ടൻ പാടും. സങ്കടം കൊണ്ട് കറിയാണോ? പക്ഷെ ഭയങ്കര രസമായിട്ട് സ്ക്രാച്ച് ഇല്ലാണ്ട് അല്ല, പ്ലാനൊക്കെ കറക്റ്റ് വീണു അല്ലേ? അതെ, പ്ലാനൊക്കെ ഏത് പ്ലാനാ? ലൈറ്റിലേക്ക് പോവാ, ലൈറ്റ് എല്ലാരും കാണട്ടെ. എന്റെ വൈഫിന്റെ അടുത്ത് എനിക്ക് ഷൈൻ ചെയ്യണം. ശങ്കരാ ശങ്കരാ ശരീര പരാ ദേവേശ്വര. ദൃഷ്ടി പോട്ടെ. ഇനി വളരെയധികം സൂക്ഷിക്കാനുള്ളത്, പല സ്ഥലങ്ങളിൽ നിന്ന് ആള് വിട്ടടുപ്പിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കും ചില ആൾക്കാർ. സൂക്ഷിച്ചോ. ഓക്കെ, അപ്പൊ ഒരു വലിയ കൈഡി നമ്മുടെ സുമൂന് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ചാട്ടടിയിലേക്ക്. ഓക്കെ, അടുത്ത ആള് ചേച്ചി. കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് ഏട്ടന്റെ ദിവസമാണ്. ഞാൻ
അങ്ങ് വിട്ടുകൊടുക്കാണ് ഏട്ടന്. മനസ്സിലായോ? ചെയ്യാം ഒരു ഭാര്യയുടെ ഒരു പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ തിരിച്ചടിക്കാല്ലോ ആ ഒരു സന്തോഷമല്ലേ? അതെ, വീട്ടിലാകുമ്പോ കുറച്ചടി കൂടുതൽ കൊടുക്കാം, ഇവിടെ ആകുമ്പോ ഒരെണ്ണല്ലേ പറ്റുള്ളൂ. പലർക്കും ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, വീട്ടിൽ പോയി കഴിഞ്ഞാൽ നീ എന്നെയാണ് അടിക്കുന്നത് എന്നുള്ളത്. അത് പക്ഷെ നീ ഇവിടെ തിരുത്തി പറയണം. തെറ്റിദ്ധാരണയല്ലല്ലോ ഏട്ടാ അത്. അല്ല, അത് തെറ്റിദ്ധാരണയാണത്. സംസാരം വേണ്ട, അടിക്കാനാണ് പറയണത്. അയ്യോ, ഞാൻ ഒരു സാധനം സെറ്റ് ചെയ്ത് വന്നിരുന്നു, മറന്നുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഒരു ടീം മെമ്പറെ വെച്ച് ഞാനൊരു പാട്ട് രചിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ അധികം സംഭവിക്കാത്ത റെയർ കാര്യങ്ങളൊക്കെ ഞാനായിരിക്കും ചെയ്യുന്നത്. സോ അത് ആരാണെന്നുള്ളത് ഞാൻ ആ പാട്ട് പാടിയതിനു ശേഷം നിങ്ങൾ പറയണം. നിങ്ങൾ ക്ലാപ്പും കൂടെ ചെയ്യണം കേട്ടോ. ആദ്യം നിന്റെ വരിയൊക്കെ ടെൻഷൻ ക്ലാപ്പ്. നിങ്ങളുടെ ഇഷ്ടം നോക്കാതെ തോന്നിയ വാസം പാടും ഞാൻ. നിങ്ങളുടെ ഇഷ്ടം നോക്കിയാലോ വായ തുറക്കാൻ പറ്റൂല. നിങ്ങളുടെ ഇഷ്ടം നോക്കാതെ തോന്നിയ വാസം പാടും ഞാൻ. നിങ്ങളുടെ ഇഷ്ടം നോക്കിയാലോ വായ തുറക്കാൻ പറ്റൂല. കണ്ടും പാടും കേട്ടും പാടും കൊണ്ടും പാടും ടീമാ ഞാൻ. കണ്ടും പാടും കേട്ടും പാടും കൊണ്ടും പാടും ടീമാ ഞാൻ. എന്റെ ടീമിൽ ചേർന്നാലോ നിങ്ങളെ ഞാനൊരു സ്റ്റാർ ആക്കാം. പെട്ടെന്ന് അങ്ങനെ സ്റ്റാർ ആയാൽ സ്റ്റാർ മാജിക്കിൽ ചേരാലോ. സ്റ്റാർ മാജിക്കിൽ ചേർന്നിട്ട് ഗെയിം കളിച്ച് രസിക്കാലോ. ഗെയിം കളിച്ച് മടുക്കുമ്പോൾ വീണ്ടും വീണ്ടും പാടാലോ. ഇനി ഇത് ആരെ കുറിച്ചാണ് പാടിയതെന്ന് പറയാം. മനസ്സിലാവൂല. യുവ മൃദുലോട് ചോദിച്ചൊരു ചോദ്യമായിട്ടിരിക്കട്ടെ, മൃദുല ഉത്തരം പറയൂ. അതെ അതെ, അതാണ് സേഫ്. പറയൂ കുട്ടി. ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ നമ്പർ ഫ്ലവേഴ്സിലുണ്ട്, ടോപ്പ് സിംഗറിലില്ല. ഓപ്ഷൻ നമ്പർ എ അജൂബ് ഷാ. ഓപ്ഷൻ നമ്പർ ബി ഇനുവടിമാലി, വിനീഷ് ബാസ്റ്റിൻ. ഓപ്ഷൻ നമ്പർ സി യുവാകൃഷ്ണ. യുവാകൃഷ്ണ. ഇരുന്നോട്ടെ, പാവത്തിന്റെ ആഗ്രഹമല്ലേ. ഓപ്ഷൻ നമ്പർ ബി ബിനീഷ് ബാസ്റ്റിൻ. ഫയൽ ജയിച്ചിരിക്കുന്നു. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഒത്തുകളിയാണ്. ഒരിക്കലും ഇല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒത്തുകളി ഒരിക്കലും ഇല്ല. എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് രാത്രി ഇരുന്നപ്പോഴത്തേനും ബിനീഷ് ബാസ്റ്റിന് ഓർമ്മ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ പാട്ടാണത്. പുകഴ്ത്തിപ്പാടിയതാണ്. എനിക്ക് മനസ്സിലായി, പുകഴ്ത്തിപ്പാടിയതാണ്. അത് മനസ്സിലായില്ലേ? ഞാൻ വീണ്ടും ഒന്നുകൂടെ പാടിത്തരാം രാത്രി. വാട്സാപ്പിൽ അതെ, മാളൂട്ടിക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾ ഹലോ 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 മാളൂട്ടിക്ക് ഒരു കാര്യം പറയാം. പാട്ട് നല്ല രസമായിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും വെച്ചിട്ട് ഒരു പാട്ട് വരുന്നുണ്ട്. ഐ ആം വെയിറ്റിംഗ്. അപ്പൊ ഇനി മാളൂട്ടി കണ്ടോൺ പറയട്ടെ. 2, 3 സ്റ്റാർട്ട്. അടുത്തത് ശ്രീവിദ്യ ചേച്ചി. പ്രേംകുമാർ ഒരു കടവാവലിനെ തല്ലുന്ന മനോഹര കാഴ്ച. എന്തിന്റെ അഹങ്കാരം എന്താ പറയാ? വർഷത്തിൽ ഒരിക്കൽ ജയിക്കുന്നതിന്റെ അഹങ്കാരം. ഇനി നമ്മളല്ലേ അങ്ങോട്ട് അടിക്കാം. അതാണ്. താങ്ക് യു. 2, 3 സ്റ്റാർട്ട്. രേവതി നക്ഷത്രം ജനിച്ച അതിമനോഹരമായ ഒരു കൊച്ചിനാണ് ഞാൻ തല. മൂലം നക്ഷത്രത്തിൽ ജനിച്ച ഒരുത്തൻ തല്ലാൻ പോകുന്നു. മകളിന്ന് എന്നെ തല്ലിയത് ഓർമ്മയുണ്ടോ മകളെ? തല്ലി പാട്ടൊക്കെ പാടിയാണ് തല്ലിയത് അല്ലേ? ഹിന്ദി പാട്ടൊക്കെ പാടി അല്ലേ മോള് തല്ലി. പക്ഷേ ഇത് എന്റെ കയ്യിലും വരുമെന്ന് മോക്ക് അറിയില്ലായിരുന്നു. ആരെങ്കിലും പറഞ്ഞു തന്നോ? നമ്മളെ കയ്യിൽ കൂടെ കിട്ടുമെന്ന്. മോളെ രണ്ടുപേരും പാട്ട് എനിക്ക് കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണീർ കിനാവായി ഒളിഞ്ഞു നിൽക്കും കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. പാട്ട് ഇഷ്ടപ്പെട്ടോ? അമ്മേടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? അതിന് പപ്പ ചന്ദ്രൻ അടി അടിച്ചിട്ട്
ഓക്കെ മോളെ ശരി ഓക്കെ അയ്യോ അടിച്ചില്ല 1 2 3 സ്റ്റാർട്ട് ഓക്കെ ഓക്കെ മോളെ സുഖം തന്നെ മോളെ ആ ശരി അന്നം കൊണ്ടാക്കാം കേട്ടാ ഇവിടെ വന്നിരുന്നോ എടാ വേട്ടമൃഗമേ കൈയെടുക്കണം. ഓക്കെ 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 അങ്ങനെ അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് മാളുട്ടി ആൻഡ് ടീം. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം അമൃതവേണി ഹെയർ എലക്സർ പ്രസൻസ് മൈ ജി ഫ്യൂച്ചർ സ്റ്റാർ മാജിക് സേയിങ് ടാറ്റാ ബൈ ഗുഡ് നൈറ്റ്.